ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുഖേന ദൈവത്തിൽ നിന്ന് അവതരിച്ചു കിട്ടിയ വേദമാണ് ഖുർആൻ. മനുഷ്യന്റെ വ്യക്തിതലം മുതൽ ആത്മീയവും ധാർമ്മികവും കുടുംബപരവും സാമൂഹികവും സാമ്പത്തികവും തുടങ്ങി അന്താരാഷ്ട്ര തലം വരെയുള്ള വ്യവസ്ഥകൾ അത് ഉൾക്കൊള്ളുന്നു. മനുഷ്യഹൃദയത്തിലെ മിടിപ്പുകളുടെ തുടക്കവും ഒടുക്കവും എപ്പോൾ എന്നറിയാവുന്നവന് മാത്രമേ ആ ഹൃദയത്തെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാനാകൂ. അറിയുക, ദൈവസ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. അധ്യായം 13. ഹൃദയശാന്തിയുടെ മറ്റൊരു പേരത്രേ ഖുർആൻ. ഖുർആൻ വായിച്ചു തുടങ്ങുമ്പോൾ മടുപ്പു തോന്നും. ഉടനെ അത് നമ്മെ അത്ഭുതപ്പെടുത്തും, ആശ്ചര്യപ്പെടുത്തും. ഒടുവിൽ അത് നമ്മുടെ ഹൃദയംഗമമായ ആദരം പിടിച്ചുപറ്റും. അതിന്റെ ഉള്ളടക്കത്തിന്റെ ഗൌരവത്തിനനുസൃതമായി കർക്കശമാവും, ഗഹനമാവും, ഭയങ്കരമാവും. എന്നാൽ അത് ഉടനീളം ഗാംഭീര്യം തുളുമ്പുന്നതായിരിക്കും. ഈ ഗ്രന്ഥം യുഗയുഗാന്തരങ്ങളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കും. സംശയം വേണ്ട. ലോകപ്രശസ്തരായ ചിന്തകരിൽ പ്രമുഖനായ ഗെതയുടെ ഈ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഖുർആനെക്കുറിച്ച് ദൈവം പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: മനുഷ്യർക്കാകമാനം മാർഗദർശനമായും സത്യാസത്യങ്ങളെ വിവേചിക്കുന്നതും സന്മാർഗം കാണിച്ചു തരുന്നതുമായ സുവ്യക്ത നിർദ്ദേശങ്ങളായും ഖുർആൻ അവതരിച്ച മാസമാകുന്നു റമളാൻ. അധ്യായം 2. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നുകിട്ടിയിരിക്കുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് സന്മാർഗദർശനവും അനുഗ്രഹവുമാകുന്നു. അധ്യായം 10. എന്നാൽ അതിക്രമികൾക്കിത് നഷ്ടമല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല എന്ന താക്കീതും ദൈവം നൽകുന്നു.